ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഈ വേനൽ ചൂടിന് പറ്റിയ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് 2 ജ്യൂസ് റെസിപ്പിയാണ്. ഒന്നാമത്തെ ജ്യൂസ് നമ്മുടെ കുക്കമ്പർ വെച്ചിട്ടും രണ്ടാമത്തെ ജ്യൂസ് ചിക്കു വെച്ചിട്ടുമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ ശരി, എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കുക്കമ്പർ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1 സ്പൂണോളം കസ്കസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോഴേക്കും നമ്മുടെ കുക്കമ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു 8 കഷ്ണത്തോളം ഉണ്ട് കേട്ടോ. ഇനി ഒരു ചെറുനാരങ്ങയും വേണം. അപ്പോൾ അതിൻ്റെ പകുതി മതി കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് കുക്കമ്പറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ജ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ജ്യൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ഇനി 2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങയുടെ നമ്മൾക്ക് കുരുവൊക്കെ നന്നായി കളഞ്ഞിട്ട് നമുക്കതിൻ്റെ നീര് മാത്രമാണ് വേണ്ടത്. അപ്പോൾ കുരുവൊക്കെ നമ്മുടെ ജ്യൂസിലുണ്ടായിരിക്കുമ്പോൾ കയ്പ്പ് രുചി ആയിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക കേട്ടോ, കുരു ഒഴിവാക്കിയിട്ട് എടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഐസ് വാട്ടറാണ് എടുക്കുന്നത്, നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നുള്ളൂ. നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം കൂട്ടാം. ഇനി നമ്മളൊരു ഒഴിക്കുന്ന നമ്മളെ ഗ്ലാസ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ജസ്റ്റ് ഒരു പഞ്ചസാരയിൽ നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്താൽ നമ്മളെ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് നമുക്ക് പഞ്ചസാര ഇരിക്കും. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കസ്കസൊക്കെ നന്നായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ്സിലോട്ട് നമുക്ക് 1-2 സ്പൂണോളം കസ്കസ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് വെച്ച് നമ്മുടെ അടിപൊളി കുക്കുംബർ ജ്യൂസും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. നമുക്ക് ഈ ചൂടിനൊക്കെ നന്നായിട്ട് ഇത് കുടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ ശരീരം തണുക്കാൻ വളരെ റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണിത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ചിക്കു വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തൊരു ചിക്കു എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിക്കു അഥവാ സപ്പോട്ട കുടിക്കാനും ഒപ്പം കഴിക്കാനും പറ്റിയ ബെസ്റ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ചിലവൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ജ്യൂസാണിത്. ഇനി ഇതിൽക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 4 ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കു ഇട്ട് കൊടുക്കാം. ശേഷം 4 ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ 1 ഗ്ലാസ് അളവിനാണ് കേട്ടോ ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ബാക്കി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഇതാ നമ്മുടെ ചിക്കു ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ജ്യൂസും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി തണുപ്പ് വേണമെങ്കിൽ നമുക്ക് 2 ജ്യൂസിലും ഐസ് ക്യൂബുകൾ ചേർക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ അപ്പോൾ ടേസ്റ്റോട് കൂടിയിട്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ ഈ ചൂടിനും ഈ നോമ്പിനും ഒക്കെ നിങ്ങൾ വേഗം തന്നെ തയ്യാറാക്കി നോക്കിക്കോളിയും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അടിക്കുക. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.